പത്തനംതിട്ടയിൽ കോവിഡ് ബാധിതയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. പ്രതി കായകുളം സ്വദേശി നൌഫലിനെയാണ് ശിക്ഷിച്ചത്. ശശി നാരായണൻ ചേർന്നു. ശശി, കോവിഡ് കാലത്ത് ഞെട്ടൽ ഉണ്ടാക്കിയ ഒരു വാർത്ത കൂടിയായിരുന്നു ആംബുലൻസിൽ യുവതിയെ പീഡിപ്പിച്ച വാർത്ത. പൂർണ്ണമായും പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം കോടതി അംഗീകരിച്ചുകൊണ്ട് ഉള്ള ഒരു ശിക്ഷയിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ്. അപർണ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും കോടതി അംഗീകരിക്കപ്പെട്ട. കഴിഞ്ഞ ദിവസം തന്നെ അതിന്റെ വാദങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷമാണ് ഇന്ന് പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. ജീവപര്യന്തം ശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൂടാതെ 1 ലക്ഷം രൂപയും പിഴ ഈടാക്കണമെന്നും ഉത്തരവിലുണ്ട്. എന്തായാലും കോടതി വിധി ഒരു നിർണായകമായ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ 2020 സെപ്റ്റംബർ 5-നാണ് ഇത്ര ഒരു പീഡനം നടക്കുന്നത്. കോവിഡ് കാലത്താണ്. കോവിഡ് കാലത്ത് ഈ പെൺകുട്ടിയെ വടക്കെടുത്തുകാലിൽ നിന്നും പന്തളത്തെ കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഈ പീഡനം ഉണ്ടാകുന്നത്. ആ പീഡന സമയത്ത് ആംബുലൻസിൽ ആരും ഉണ്ടായിരുന്നില്ല. എന്തായാലും അതിന്റെ ശാസ്ത്രീയ തെളിവുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ, പെൺകുട്ടിയുടെ മൊഴി, മറ്റ് കാര്യങ്ങൾ, അല്ല ആംബുലൻസിന്റെ മറ്റു കാര്യങ്ങളും യാത്രയുടെ വിവരങ്ങളും ഒക്കെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞു. അതിന്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിക്ക് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. 50 ദിവസം കൊണ്ട് തന്നെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ ദളിത് പെൺകുട്ടിയാണ്. പട്ടികജാതി പീഡന നിയമം അനുസരിച്ചുള്ള ശിക്ഷ കൂടിയുണ്ട്. എന്തായാലും ജീവപര്യന്തമാണ് ഇപ്പോൾ കായംകുളം സ്വദേശിയായ പ്രതി, ആംബുലൻസിന്റെ ഡ്രൈവർ കായംകുളം സ്വദേശിയായ നൗഫലിന് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരിക്കുന്നു. ഒപ്പം 1,80,000 രൂപ കൂടി പിഴ ഉടക്കാനും കോടതി എന്തായാലും ഉത്തരവിട്ടിരിക്കുന്നു. ഈ കേസിൽ പോലീസ് കൃത്യമായ ഒരു അന്വേഷണമാണ് നടത്തിയത്. അർദ്ധരാത്രിയാണ് ഈ പെൺകുട്ടിയെ വടക്കെടുത്തുകാവിൽ നിന്നും ഈ ആംബുലൻസിൽ പന്തളത്തെ കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുവന്ന് ആ സമയത്ത് ആറന്മുള വെച്ച് വിജനമായ സ്ഥലത്ത് വെച്ചാണ് ഈ പെൺകുട്ടിയെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്നത്. അന്ന് വളരെ ഞെട്ടലുണ്ടാക്കിയ വാർത്തയാണ്, കേരള മനസാക്ഷിയെ ഞെട്ടിച്ചൊരു വാർത്തയാണ്. അത് കൃത്യമായി പോലീസ് അന്വേഷിക്കുകയും അതിന്റെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. ഈ ശിക്ഷയിൽ സംതൃപ്തി ഉണ്ടെന്നാണ് ഇപ്പോൾ DSP നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം കുറ്റപ്പെട്ട രീതിയിൽ തന്നെ പോയിരിക്കുന്നു. മൊഴികളും സാക്ഷി മൊഴികളെല്ലാം പ്രതിക്കെതിരായിരുന്നു. കുട്ടിയൊപ്പം തന്നെ അന്ന് ഈ ഡിജിറ്റൽ തെളിവായി ഈ പ്രതിയുടെ ചിത്രങ്ങൾ എടുത്തിരുന്നു. അതെല്ലാം കോടതിയിൽ ഹാജരാക്കിയുണ്ടായി. അതെല്ലാമാണ് ഇപ്പോൾ ഈ ശിക്ഷ ലഭിക്കാൻ കാരണം. എന്തായാലും ഈ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റാനാണ് തീരുമാനം ഉണ്ടായിട്ടുള്ളത്. പ്രതിയെ ഇന്നലെ തന്നെ പ്രതി കുറ്റക്കാരെന്ന് കണ്ടെത്തി. ഇന്ന് അല്പസമയം മുമ്പാണ് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻ കോടതി ശിക്ഷ വിധിച്ചത്. ശശി, ഈ വിധിയിൽ സംതൃപ്തി ഉണ്ടെന്നാണ് ഈ യുവതിയുടെ കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയാണോ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം? അതാണ് കുടുംബവും ഒപ്പം പോലീസും അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരും സംതൃപ്തി രേഖപ്പെടുന്നു. വിധിയിൽ സംതൃപ്തി ഉണ്ടെന്നാണ് പറയുന്നത്. 10 വർഷമാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ളത്. അതിന്റെ വിശദമായ വിവരങ്ങൾ കൂടി ഇനി ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിക്ക് ജീവപര്യന്തം തടവിനും ഒപ്പം 1,80,000 രൂപ പിഴയും മുടക്കാനാണ് ഈ കോടതി വിധി ഉണ്ടായിരിക്കുന്നത്, ഉത്തരവുണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു പീഡന കേസാണ്. കോവിഡ് കാലമാണ്. കോവിഡ് കാലത്തൊക്കെ മനുഷ്യൻ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത കാലഘട്ടത്തിലാണ് വളരെ ക്രൂരമായ രീതിയിൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. എന്തായാലും അത് സാക്ഷികളുടെയും മൊഴികളുടെയും പെൺകുട്ടിയും കൃത്യമായ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നു. ഈ ഡിജിറ്റൽ തെളിവുകളും അതുപോലെ ശാസ്ത്രീയമായ തെളിവുകളും എല്ലാം പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിയും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിച്ചതാണ് പോലീസും ഒപ്പം പെൺകുട്ടിയുടെ ബന്ധുക്കളും പറയുന്നത്. കോവിഡ് കാലത്താണ് യുവതിയെ 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ആംബുലൻസിൽ കൊണ്ടുപോയപ്പോൾ ആംബുലൻസ് ഡ്രൈവർ പീഡിപ്പിച്ചത്. അതിനുള്ള ശിക്ഷ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്.